ചക്കിക്കുട്ടി അമ്മ പോലെയുള്ള ഒരു 25 വയസ്സും പ്രായമുള്ള ഒരു ആൾ അവരുടെ അവകാശം അവർ രേഖപ്പെടുത്താൻ വരുമ്പോൾ അതിനുള്ള ഒരു സന്തോഷമാണ് നമുക്ക് ആദ്യമായിട്ട് പ്രകടിക്കാനുള്ളത്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഇടപെടലല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് താങ്കൾ ഇത് റിപ്പോർട്ട് ചെയ്തു, പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്നു, പിന്നെ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എല്ലാ വോട്ടേഴ്സ് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്ന ഇവിടെ കൺട്രോൾ റൂമിലുള്ള ആൾക്കാരടക്കം ഈ ഡിപ്പാർട്ട്മെൻറ്റ് അധ്വാനിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ജില്ലയിലും നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥർ അധ്വാനിക്കുന്നത് എല്ലാ ആൾക്കാർ അവരുടെ അവകാശം വിനിയോഗിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ആ ഒരു ഉദ്ദേശം നമുക്ക് കൈവരിക്കാൻ സാധിക്കുവാണെങ്കിലുള്ള ഒരു സന്തോഷമാണ് നമുക്ക് ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഉള്ളത്. ഇതിലെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ ജില്ലാ കളക്ടറോട് പറയുന്നു, തിരക്കിലിടയിലും ജില്ലാ കളക്ടർ ഇമ്മീഡിയറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ഡിപ്ലോയ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാനുള്ളത്, ഒരു രേഖമില്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. സോ വോട്ടിൻ്റെ രേഖ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കളക്ടറുടെ ഒരു ഇടപെടൽ വളരെ ശക്തമായിട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് കിട്ടാൻ സാധ്യമുണ്ടായത്. സോ ഇതിലെ എനിക്ക് തോന്നുന്നു 3-4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ടുള്ളത്, ചക്കിക്കുട്ടി അമ്മ പോലെയുള്ള ഒരു 25 വയസ്സും പ്രായമുള്ള ഒരു ആൾ അവരുടെ അവകാശം അവർ രേഖപ്പെടുത്താൻ വരുമ്പോൾ അതിനുള്ള ഒരു സന്തോഷമാണ് നമുക്ക് ആദ്യമായിട്ട് പ്രകടിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അവസരം നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു രാവിലെ മുതൽ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൺട്രോൾ റൂമിൻ്റെ ഒരു ക്രമീകരണങ്ങൾ, ജില്ലാ കളക്ടറുടെ ഭാഗത്തിനുണ്ടായിട്ടുള്ള ഇടപെടൽ, അവിടുത്തെ കൺട്രോൾ റൂമിൻ്റെ ഒരു ഇടപെടൽ, ഈ കാര്യങ്ങളെല്ലാം ഒരു നല്ല വിധത്തിൽ സിങ്ക്രണൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടറോട് പറയുന്നു, ജില്ലാ കളക്ടർ ഇമ്മീഡിയറ്റായിട്ട് ഇടപെട്ടിട്ട് ഒരാളെ അങ്ങോട്ടേക്ക് അയക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കോർഡിനേഷൻ സിസ്റ്റംസ്, അവിടെ പ്രോസസ്സസ് എല്ലാം അവിടെ ഉണ്ടാവണം. ഏറ്റവും നല്ല വിധത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രിസൈഡിങ് ഓഫീസർ ഒരു പ്രഷറും ഇല്ലാതെ കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ഉദ്ദേശം ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, നമുക്ക് ഇതൊരു മോട്ടിവേഷനായിട്ട് ബാക്കി ആൾക്കാർക്ക് ഇത് മാറും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരാൾ അവരുടെ അവകാശം വിനിയോഗിക്കാൻ വരുമ്പോൾ സാധാരണമായിട്ട് ഇതിന് വിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് വിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കുറിച്ച് ഒരു ആലോചിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ ജനാധിപത്യത്തിൽ എല്ലാവർക്കും വോട്ട് എന്നുള്ളത് ഒരു അവകാശമാണ്, അത് എല്ലാവരും വിനിയോഗിക്കണം. ചക്കിക്കുട്ടി അമ്മ ഈസ് എ മോഡൽ ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ മെനി പീപ്പിൾ ഹൂ ആർ കീപ്പിംഗ് അവേ ഫ്രം എക്സസൈസിങ് ദെയർ റൈറ്റ്ഫുൾ വോട്ടിംഗ് റൈറ്റ്സ്. സോ അത് ഒരു പ്രചോദനമായിട്ട് അവർക്ക് എല്ലാവർക്കും മാറട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എസ്പെഷ്യലി ഈ 6 മണിക്ക് ഈ വോട്ടിംഗ് തീരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്, പ്രസ്സിൻ്റെ ഭാഗത്തിനും മീഡിയയുടെ ഭാഗത്തിനുമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, നമ്മുടെ ഒരു ഇടപെടൽ, ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാവരും ശ്രമിച്ചു, അത് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് സമയമുണ്ട്. നമുക്ക് തോന്നുന്നു ഏറ്റവും നല്ല വിധത്തിലുള്ള ഒരു ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് ഇന്ന് വരാനുണ്ട്. അത് വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അത് വന്നിട്ട് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് ഈസ് എ വെരി memorable incident for all of us, and we are extremely happy that we could ensure that Chakikutti Amma could exercise her rightful vote.